ശ്രീ കൃഷ്ണകുമാർ ബി.ജെ.പി. നേതാവ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൃഷ്ണകുമാർ, പൊതുവിൽ ഉയരുന്ന ഒരു വിമർശനം ഒന്ന് പാലക്കാട് ഡിവിഷൻ തന്നെ ഇല്ലാതാകുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി തന്നെ കേന്ദ്ര സർക്കാരിനോട് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞത്. അതോടൊപ്പം കോൺഗ്രസ് എംപിമാർ ഉന്നയിക്കുന്ന മറ്റൊരു ആക്ഷേപം എന്നത് ഇത് കർണാടകയിലെ തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒന്ന് എന്നതാണ്. കേന്ദ്ര സർക്കാർ ഈ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്, തീരുമാനത്തിലേക്ക് പോയത് എന്ന വിമർശനവും അവർ ഉന്നയിക്കുകയാണ്. ഇത് ഈ പാലക്കാട് ഡിവിഷൻ ആദ്യം വെട്ടിമുറിച്ചത് സേലം ഡിവിഷൻ രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തത് ഒന്നാം UPA സർക്കാരിന്റെ കാലത്താണ്. അന്ന് കേരളത്തിലെ രണ്ട് മുന്നണികളും UPA സർക്കാരിനെ പിന്തുണക്കുന്നത്, കേരളത്തിലെ മുഴുവൻ MP-മാർ, രാജ്യസഭാ MP-മാരടക്കം പിന്തുണയ്ക്കുന്ന സമയത്താണ് സേലം ഡിവിഷൻ രൂപീകരിക്കുന്നത്. കേരളത്തിലെ MP-മാരുടെ കഴിവുകേടാണ് ഇത് വ്യക്തമാക്കുന്നത്. കാരണം കേരളത്തിലെ MP-മാർ കേരളത്തിന്റെ റെയിൽവേ വികസനത്തെ സംബന്ധിച്ച് യാതൊരുവിധ ഹോംവർക്ക് നടത്താതെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള റെയിൽവേ വികസന രംഗത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ലോകസഭയിൽ അവതരിപ്പിക്കാതെയാണ് ഈ കേരളത്തിന് ഈ നഷ്ടങ്ങളെല്ലാം സംഭവിക്കുന്നത്. താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ സേലം ഡിവിഷൻ വിഭജനത്തിന്റെ കാലഘട്ടത്തിൽ UPA സർക്കാർ ആയിരുന്നുവെങ്കിൽ UPA സർക്കാർ ചെയ്ത പ്രവൃത്തികൾ പിന്തുടരാനല്ലല്ലോ NDA സർക്കാർ അധികാരത്തിലേറിയിട്ടുള്ളത്. അല്ല, UPA സർക്കാർ ഞാൻ പറയുന്നത് കേരളത്തിന്റെ ഇത്തരം കാര്യങ്ങൾ ആരാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്? കേരളത്തിലെ MP-മാരാണ്. കേരളത്തിലെ MP-മാരുടെ പട്ടികയിൽ സുരേഷ് ഗോപി എന്നൊരു MP കൂടിയുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. ഇപ്പോഴാണല്ലോ കേന്ദ്ര മന്ത്രിയായിട്ട് ഒരാളുള്ളത്. ഇതിനുമുമ്പ് 8 കേന്ദ്രമന്ത്രിമാർ ഇപ്പോൾ മാത്രമല്ലോ, നേരത്തെയും ഒക്കെ കേരളത്തിൽ നിന്ന് മന്ത്രിമാരില്ലേ? വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ. കേരളത്തിൽ നിന്ന് MP 8 കേന്ദ്രമന്ത്രിമാർ ഉള്ള സമയത്താണ്, റെയിൽവേ സഹമന്ത്രി അഹമ്മദ് അടക്കമുള്ള ആളുകളുള്ള സമയത്താണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കുന്നത്. അതാണല്ലോ എന്റെ ചോദ്യം. അവർ മുറിച്ചു, അതുകൊണ്ട് ഞങ്ങളും മുറിക്കുന്നു എന്നതാണോ താങ്കൾ പറയുന്നത്? പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. ഞങ്ങളും പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ വിഭജനത്തെ സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പുനരാലോചിക്കണം എന്നുള്ള അതന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇതിന്റെ ഈ കാര്യത്തിൽ വേണ്ട വിധത്തിൽ കേരളത്തിലെ കാര്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ കേരളത്തിലെ MP-മാർ പരാജയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എനിക്ക് താങ്കൾ ഈ പറയുന്നത് ബോധ്യപ്പെടുന്നില്ല. കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരുണ്ടായിരുന്നു. അതിലൊന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യനുമാണ്. ജോർജ് കുര്യന്റെ കാലാവധി കഴിഞ്ഞു, അദ്ദേഹം ഇപ്പോൾ മന്ത്രിയല്ല. താങ്കൾ ഈ പറയുന്ന പാലക്കാടിനോട് തൊട്ടുചേർന്നാണല്ലോ തൃശ്ശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം ഉള്ളത്. അവിടുത്തെ MP അല്ലേ സുരേഷ് ഗോപി? UDF-ന്റെയും MP-മാർക്കൊന്നും യാതൊരുവിധ ഉത്തരവാദിത്തമില്ല. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾ എന്താണ് പറയുന്നത്? അതായത് UDF-ന്റെയും LDF-ന്റെയും MP-മാർ പറയുന്നതിന്റെ ഇടം പോലും BJP-യുടെ MP-ക്ക് കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ, ഒരു സഹമന്ത്രി പറഞ്ഞാൽ ഇടം ലഭിക്കില്ല എന്നാണോ? കേരളത്തിന് ആവശ്യമായിട്ടുള്ള റെയിൽവേ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും മറ്റുമെല്ലാം കേരളത്തിന് അനുവദിപ്പിച്ച് നേടിയത് BJP-യുടെ MP-മാരും മന്ത്രിമാരും ചേർന്ന് തന്നെയാണ്. കേരളത്തിലെ റെയിൽവേ കേന്ദ്ര ബഡ്ജറ്റിന് മുമ്പ് കേരളത്തിലെ മുഴുവൻ MP-മാരെയും അവിടെയാണല്ലോ കേരളത്തിലേക്ക് വന്ദേ ഭാരത് വന്നാൽ, പുതിയൊരു ട്രെയിൻ വന്നാൽ അത് മുഴുവൻ BJP-യുടെ MP-മാരും BJP മന്ത്രിയും ചെയ്യുന്നത്. കേരളത്തിന് തിരിച്ചടി ഉണ്ടായെങ്കിൽ അത് മുഴുവൻ LDF-ന്റെ MP-മാരുടെയും UDF-ന്റെ MP-മാരുടെയും കുറ്റമെന്ന് പറയുന്നതിന്റെ ഒരു സെൻസ് മനസ്സിലാകണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര ബഡ്ജറ്റിന് മുമ്പ് സംസ്ഥാന സർക്കാരിലെ മുഴുവൻ MP-മാരെയും ഒന്നിച്ച് ഇരുത്തി കേരളത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും, റെയിൽവേ വികസനമായാലും ശരി മറ്റേത് വികസനമായാലും ശരി, അത് സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റ് മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച് കേരളത്തിന് ആവശ്യമായിട്ടുള്ള നേടിയെടുക്കുക എന്നുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഹോംവർക്ക് നടത്തുന്നുണ്ടല്ലോ. റെയിൽവേയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും കേരളത്തിന്റെ സ്ഥിതി അതല്ലേ. കേരളത്തിന്റെ ആവശ്യമായിട്ടുള്ള എയിംസ് എത്ര കാലമായി തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ നേടിയെടുത്തിട്ട് പോയിട്ട് കേരളത്തിന് ഇതുവരെ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് എയിംസ് വേണമെന്നുള്ളത് ആവശ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? 10 സ്ഥലങ്ങൾ കേന്ദ്രമന്ത്രി ഉചിതമായ സമയത്ത് എയിംസ് കേരളത്തിന് അനുവദിക്കുമെന്ന് പറയുന്നത്. അല്ല, സംസ്ഥാന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അത്തരമൊരു പ്രപ്പോസൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റാണ് ഞങ്ങളുടെ ആവശ്യമായിട്ടുള്ള എയിംസ് ഏത് സ്ഥലത്ത് വേണമെന്നുള്ള കൃത്യമായിട്ടൊരു നിർദ്ദേശം. എത്രയോ കാലമായി ശ്രീ കൃഷ്ണകുമാർ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? എത്രയോ കാലമായി കേരളത്തിന്റെ ആവശ്യമാണ് എയിംസ് എന്നുള്ളത്. അതിന് കേരള സർക്കാരിന്റെ പിടിപ്പുകേട് എന്ന് പറയാൽ അതെങ്ങനെയാണ് നമുക്ക് യോജിക്കാനാവുക? ഇതുവരെ താങ്കൾക്ക് തെളിയിക്കാൻ കഴിയോ സംസ്ഥാന സർക്കാർ
ഏത് സ്ഥലത്താണ് എയിംസ് വേണ്ടത് സംബന്ധിച്ച് കേന്ദ്രത്തിന് അല്ല, എയിംസ് കേരളത്തിന് അനുവദിക്കുമോ? അപ്പോഴല്ലേ സ്ഥലം തെരഞ്ഞെടുത്ത് നൽകേണ്ടത്? അല്ല, അതിന്റെ പ്രോസസ് രാജ്യത്ത് മുഴുവൻ അനുവദിക്കപ്പെട്ട എയിംസും സ്ഥലവും കൃത്യമായ ഡീറ്റെയിൽസും സ്റ്റേറ്റുകൾ നൽകിയതിനു ശേഷമാണ് നൽകിയിട്ടുള്ളൂ കേന്ദ്ര സർക്കാർ എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ് ഞാൻ പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും എയിംസ് തുടങ്ങേണ്ട സ്ഥലത്തെ സംബന്ധിച്ച് അതിന്റെ എല്ലാ രേഖകളും സംബന്ധിച്ച് കൃത്യമായിട്ട് കേന്ദ്രത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടാണ് നേടിയെടുക്കുക. ഇപ്പൊ എന്താ ചെയ്ത് പുതിയ സർക്കാർ വന്നത്? 10 സ്ഥലങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. 10 സ്ഥലങ്ങൾ. ഈ 10 സ്ഥലങ്ങളിൽ ഏത് സ്ഥലത്താ വേണ്ടതെന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാർ അനുവദിക്കുമ്പോൾ തീരുമാനിക്കും. 10 സ്ഥലവും നമുക്ക് എയിംസ് സ്ഥാപിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെന്താണ് തർക്കം? ശ്രീ കൃഷ്ണകുമാർ, അങ്ങനെയല്ല പ്രോസസ്സ്. ഏത് സ്ഥലം, ആ സ്ഥലത്തെ സംബന്ധിച്ച് അവിടുത്തെ എയിംസ് വരുന്നതിന്റെ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങള്, വെള്ളം, വൈദ്യുതി, റോഡ് സൗകര്യം, ഇതെല്ലാം ലഭ്യമാണല്ലോ. ഞാൻ താങ്കളോട് പറഞ്ഞത് പെരിയയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ വിശദമായി വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ 277 ഏക്കർ സ്ഥലം ഇതിന് പറ്റുന്നതാണ് എന്ന തരത്തിൽ. നമുക്ക് എന്തായാലും എയിംസ് അല്ല നമ്മുടെ വിഷയം. ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട് കേരളത്തിൽ നിന്ന്. ഇപ്പോൾ 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. ഇതിനു മുമ്പ് BJP സർക്കാരിന്റെ കാലഘട്ടത്തിൽ വി മുരളീധരൻ അടക്കം കേന്ദ്രമന്ത്രിയായിരുന്നു. മറ്റു മന്ത്രിമാരുടെ പേരുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നേരത്തെ മന്ത്രിപദം കേരളത്തിൽ നിന്നുള്ളവർക്ക് നൽകിയ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നിട്ടും കേരളത്തിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ BJP കേരളത്തിലെ എംപിമാരെയും LDFന്റെ എംപിമാരെയും UDFന്റെ എംപിമാരെയും പഴി പറഞ്ഞുകൊണ്ട് കൈ കഴുകുകയാണോ ശ്രീ കൃഷ്ണകുമാർ? ചോദിച്ചതിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന സമയത്ത് കേരളവും കേന്ദ്രവും ഒരേ മുന്നണി ഭരിക്കുന്ന സമയത്താണല്ലോ സേലം ഡിവിഷൻ വെട്ടിമുറിക്കപ്പെട്ടത്. ആരും തർക്കിച്ചില്ലല്ലോ അതിന് താങ്കളോട്. എന്റെ ചോദ്യം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ആ UPA സർക്കാർ ചെയ്യുന്നതേ ഞങ്ങളും ചെയ്യും എന്നതാണോ നിലപാട്? ഞാൻ ചോദിച്ചു കഴിഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷനെ വെട്ടിമുറിക്കാനുള്ള തുടക്കം കുറിച്ചതാരാ? UPA ഗവൺമെന്റ് ആണ്. ഇടതുപക്ഷവും അങ്ങനെയല്ലല്ലോ ശ്രീ കൃഷ്ണകുമാർ. നമ്മൾ അങ്ങനെ ചരിത്രം പറഞ്ഞു പോവുകയല്ലല്ലോ ചെയ്യേണ്ടത്. ചരിത്രം പറയാനെങ്കിൽ അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചു വെച്ച എത്രയോ പദ്ധതികളുടെ പേര് പോലും മാറ്റിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയല്ലോ. അത് UPA സർക്കാരിന്റെ കാലഘട്ടത്തിലുള്ളത് കൊണ്ട് അങ്ങ് തുടരാം എന്നൊന്നുമല്ലല്ലോ. ഇവിടെ ഇതാ കേരളത്തിന്റെ ഒരു ആവശ്യമാണ് പാലക്കാട് ഡിവിഷൻ. അതിന് BJPയുടെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദമുണ്ടാകുമോ? BJP ഇക്കാര്യം കേന്ദ്രമന്ത്രിയിലൂടെയെങ്കിലും കേന്ദ്രത്തെ അറിയിക്കുമോ? BJP പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കപ്പെടുന്ന സമയത്ത് പാലക്കാടിന് വരുന്ന റവന്യൂ നഷ്ടവും പാലക്കാടിന് വരുന്ന നഷ്ടങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിലും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ മുമ്പിലും അവതരിപ്പിക്കും. പക്ഷേ ഇത് ഈ പ്രദേശത്തെ MPമാർ ഇവരാണല്ലോ നാളെ ഈ പ്രദേശത്തെ റെയിൽവേ ഡിവിഷൻ റെയിൽവേയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ഒരു പിറ്റ് ലൈനിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി. കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ അനുവദിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് UPA സർക്കാരിന്റെ സമയത്ത് ഇങ്ങനെ ഒരു താങ്കൾ പറയുന്നത് പുതിയ വികസന പദ്ധതികളെ കുറിച്ചാണ്. ഇവിടെ ഇതാ നിലവിലുള്ള ഒരു ഡിവിഷനിൽ നിന്ന് വിഭജനം നടന്നു മാറുകയാണ് ചെയ്യുന്നത്. അതിനെ എങ്ങനെയാണ് മുൻകൂട്ടി കണ്ട് MPമാർക്ക് പ്ലാൻ തയ്യാറാക്കി നൽകുക? അവിടെയാണല്ലോ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല, MPമാരെ ഇക്കാര്യം അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയൊന്ന് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ ഗണിച്ചറിഞ്ഞ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, സേലം ഡിവിഷൻ വിഭജിക്കുന്നതിന് മുമ്പ് എല്ലാ MPമാരെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തിട്ടാണോ സേലം ഡിവിഷൻ വിഭജിച്ചത് പാലക്കാട് നിന്ന്? അതാണല്ലോ ഞാൻ താങ്കളോട് ചോദിച്ചത്. അപ്പോൾ UPA സർക്കാർ ചെയ്തത് തന്നെയാണ് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റൂ എന്നതാണ് ഈ സർക്കാരിന്റെ നിലപാടെങ്കിൽ അത് പറയൂ. കോൺഗ്രസിന്റെയും LDFന്റെയും പ്രതിനിധികളോട് അതാ ചോദിക്കേണ്ടത്. അന്ന് സേലം, ഇന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ MPമാരോട് ആലോചിച്ചില്ല എന്ന്. സേലം ഡിവിഷൻ വിഭജിക്കുന്ന ഇവിടെ ശ്രീ കൃഷ്ണകുമാർ അവരോട് എന്ത് ചോദ്യം ചോദിക്കട്ടെ? അത് നമ്മൾ ചോദിച്ചു കൊള്ളാൻ ചോദിക്കുന്നുണ്ട്. BJPയോട് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. BJPക്ക് കേരളത്തിൽ നിന്നൊരു മന്ത്രിയുണ്ട്, ഒരു MP ഉണ്ട്, BJPക്ക് ഇപ്പോൾ ദേശീയ ഭാരവാഹിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ഡിവിഷൻ വിഭജനത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം ഒഴിവാക്കേണ്ട ആവശ്യകത കേന്ദ്രത്തെ ധരിപ്പിക്കാൻ BJPക്ക് സാധിക്കുമോ? അങ്ങനെ പാലക്കാട് ഡിവിഷൻ വിഭജനം എന്നത് മരയിപ്പിച്ച് നിർത്താൻ BJPക്ക് സാധിക്കുമോ? അതാണ് ചോദ്യം. കേന്ദ്ര റെയിൽവേ മന്ത്രി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. റെയിൽവേ റിപ്പോർട്ട് കൊടുക്കട്ടെ. ഞങ്ങൾ പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്ന സമയത്ത് പാലക്കാടിന് ഉണ്ടാവാൻ പോകുന്ന നഷ്ടങ്ങളും പാലക്കാട് റെയിൽവേ വികസനത്തെ ബാധിക്കുന്നത് സംബന്ധിച്ചുമെല്ലാം കൃത്യമായിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ മുമ്പ് അവതരിപ്പിക്കും. അത് സംബന്ധിച്ച് പാലക്കാടിന് ഒരു നഷ്ടവും ഉണ്ടാവാത്ത രീതിയിലുള്ള തീരുമാനമെടുപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം തീർച്ചയായിട്ടും ശ്രമിക്കും.
അത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ ഒരു ദേശീയ പാർട്ടിയാണെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. അതിനനുസരിച്ചുള്ള തീരുമാനം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നുണ്ടാവും. അതിനപ്പുറത്ത് ഉറപ്പ് നൽകാൻ താങ്കൾക്ക് സാധിക്കുന്നില്ല അല്ലേ? ഒരു കാരണവശാലും ഇത്തവണ ഉണ്ടാവില്ല. ശരി, അതാണ് ശ്രീ കൃഷ്ണകുമാർ താങ്കൾക്ക് പറയാനുള്ളത്. നഷ്ടമുണ്ടാകില്ല. ഡിവിഷൻ വിഭജനത്തിൽ മറ്റൊരു തീരുമാനം ഉണ്ടാകുമോ? അതിലൊരു ഉറപ്പും നൽകാനുമില്ല. അദ്ദേഹം ഇവിടുത്തെ കോൺഗ്രസ് എംപിമാരെ അടക്കമാണ് കുറ്റപ്പെടുത്തുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം.